ഇടുക്കിയിലും പത്തനംതിട്ടയിലും വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി. മണിയാറിൽ ആനയെ കണ്ട് ഭയന്നോടിയ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു. ദേവികുളത്ത് റേഷൻ കടയും കാട്ടാന ആക്രമിച്ചു. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ഇന്നലെ മറ്റൊരു കാട്ടാനയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ചക്കക്കൊമ്പനാണ് വീട് തകർത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനിത, അത്തരത്തിൽ തന്നെയാണ്. ഈ ചക്കക്കൊമ്പനാണ് 301 കോളനിയിലെ വീട് തകർത്തിരിക്കുന്നതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലയിൽ കാട്ടാന നിലയുറപ്പിച്ചിരുന്നു എന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് കാട്ടാന എത്തുകയും ഒരു വീട് ഇടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ഗോപിനാഥൻ എന്ന് പറയുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആനയിറങ്ങൽ ജലാശയത്തിൽ മുങ്ങി മരിച്ച ആളുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. വിദ്യാഭ്യാസ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവർ അടിമാലിക്ക് പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. 301 കോളനി എന്ന് പറയപ്പെടുന്നത് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസി കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ കിടങ്ങുകളോ ഒന്നും തന്നെ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. നിരവധിയായിട്ടുള്ള കാട്ടാന ആക്രമണം ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. നിരവധി വീടുകൾ കാട്ടാന തകർത്തിട്ടുണ്ട് എങ്കിൽ പോലും പുതിയ പദ്ധതികൾ വരുന്നു എന്നുള്ളതല്ലാതെ ആ പ്രഖ്യാപനങ്ങളിൽ മാത്രം നിൽക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ദേവികുളത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം റേഷൻ കടയ്ക്ക് നേരെ ഉണ്ടായത്. റേഷൻ കടയുടെ ചില്ലുകളടക്കം കാട്ടാന ഇടിച്ചു തകർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ തന്നെ നിലനിർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇടുക്കിയിൽ പലയിടത്തും കാട്ടാനാക്രമണം രൂക്ഷമാണ്. ഇന്നിപ്പോൾ ചക്കക്കൊമ്പനാണ് അവിടെ ഒരു വീട് തകർത്തതെന്നാണ് സന്ദീപ് റിപ്പോർട്ട്.